സജീവ ചർച്ചാ വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടായ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കൊലാശ ദിവസമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ വി കെ ശ്രീകണ്ഠൻ എം പി ചേരുകയാണ്. യുഡിഎഫിന്റെ പി സരൺ പോകുന്നത് മുതൽ സന്ദീപ് വാര്യർ വരെ ഉള്ള വിവാദങ്ങൾ, നിരവധി ജനകീയ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ അവസാന തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ എത്തുമ്പോൾ എങ്ങനെയാണ് യുഡിഎഫ് ക്യാമ്പിന്റെ ഒരു കോൺഫിഡൻസ്? ഈ അവസാന സമയത്തേക്ക് എത്തുമ്പോഴേ സന്ദീപ് വാര്യർ വിട്ടുപോയ സങ്കടത്തിൽ ബിജെപിയും തങ്ങളോടൊപ്പം വരാത്തതിലുള്ള സങ്കടം സിപിഎമ്മിനുമാണ്. ഞങ്ങൾ വലിയ ആഹ്ലാദത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്. പാലക്കാട്ട് ജനങ്ങളുടെ പിന്തുണ കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിലും വളരെ വ്യക്തമായി യുഡിഎഫിന് ലഭിച്ചിട്ടുണ്ട്. ഇത്തവണ ഞങ്ങൾക്ക് അത് നല്ല ആത്മവിശ്വാസത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരും അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് പ്രതിഫലിക്കും. വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും. എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ജനങ്ങളെ സ്വാധീനിക്കും? വിവിധ വിഷയങ്ങൾ വന്നുപോയി. നിങ്ങൾ കരുതുന്നത് എന്തൊക്കെ വിഷയങ്ങളെ അടിസ്ഥാനത്തിലായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നാണ് യുഡിഎഫ് കരുതുന്നത്? ഈ നിങ്ങൾ ചാനലുകാരുൾപ്പെടെ, അത് മീഡിയ വണ്ണില്ല, ഒരുപാട് വിവാദങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കി. ആ വിവാദങ്ങളെയൊക്കെ യഥാർത്ഥത്തിൽ തള്ളിക്കളഞ്ഞത് ജനങ്ങളാണ്. കോൺഗ്രസ് പാർട്ടിയിൽ 3 മാസം 6 മാസം ഒക്കെ പ്രവർത്തിച്ചവര്, വർഷങ്ങളായിട്ട് പാർട്ടിയിൽ നിന്ന് വിട്ട് സ്വന്തം കാര്യം നോക്കിയവരൊക്കെ പിടിച്ച് സ്റ്റുഡിയോയിൽ ഇരുത്തിയിട്ട് ലൈവ് നാടകം സംഘടിപ്പിച്ച ആദ്യം ഞാൻ അന്ന് പറഞ്ഞു, ഇതെല്ലാം പാലക്കാട്ടെ കോൺഗ്രസിനെ ബാധിക്കുന്ന കാര്യമല്ല. ഇവിടെ ആരും വിട്ടുപോയിട്ടില്ല. മാത്രമല്ല, നിങ്ങൾ ഈ ചായക്കോപ്പയിൽ കൊടുങ്കാറ്റുണ്ടാക്കി അവസാനം അത് ബൂമറാങ് പോലെ തിരിച്ചടിക്കുക സിപിഎമ്മിന്റെ പാളയത്തിലും ബിജെപിയുടെ പാളയത്തിലും നേരത്തെ പറഞ്ഞിരുന്നു. വൈറ്റ് നോക്കിയാൽ അറിയാം. അത് തന്നെയാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞ് കേരളത്തിലെ ഏറ്റവും സമുന്നതരായ നേതാക്കന്മാർ, ബിജെപിയുടെയും സിപിഎമ്മിന്റെയും പ്രധാന നേതാക്കന്മാർ പറഞ്ഞത് 2 ദിവസത്തിനകം ബോംബ് പൊട്ടും, 2 ദിവസത്തിനകം ബോംബ് പൊട്ടുന്ന. ബോംബെന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കാനും പാടില്ല, പൊട്ടിക്കാനും പാടില്ല. നിയമവിരുദ്ധമായ പ്രസ്താവനയെ നിങ്ങൾ നന്നായി പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ കണ്ണൂരിലൊക്കെ കേൾക്കുന്നത് പോലെ നിർമ്മാണ സ്ഥലത്ത് വെച്ച് തന്നെ ആ ബോംബൊക്കെ പൊട്ടി. അത് സിപിഎമ്മിലും പൊട്ടി, ബിജെപിയിലും പൊട്ടി. ഇനി അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ ഏതൊക്കെ ബോംബാണ് അവർ സ്വയം പൊട്ടിക്കുകയെന്ന് പറയാൻ കഴിയില്ല. ആ ദയനീയമായ അവസ്ഥയിലേക്ക് 2 മുന്നണി എത്തി. ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ ബിജെപിയും സിപിഎമ്മും നടത്തിയ ഒരു വലിയ ഗൂഢാലോചനയായിരുന്നു പെട്ടി വിവാദം. നിങ്ങൾ കണ്ടില്ലേ, എവിടെയപ്പോ പെട്ടി, എവിടെയപ്പോ ട്രോളി? ആ ട്രോളിയും പെട്ടിയും കൊണ്ടുവന്ന് കാണിച്ചാൽ ഇപ്പോ യുഡിഎഫിന് കൂടുതൽ വോട്ട് കിട്ടും. ജനങ്ങൾ അതെല്ലാം തള്ളിക്കളഞ്ഞു. ഇതുപോലെ ആരോപണങ്ങൾ ഉണ്ടാക്കി അതിന്റെയൊക്കെ വക്താക്കളാക്കി ഇന്റലിജൻസ് റിപ്പോർട്ട് സിപിഎമ്മിൽ, അതിന്റെ കോപ്പി ബിജെപി ഓഫീസിൽ, 2 പേരും കൂടി പോലീസിനോടൊപ്പം എന്തെല്ലാം നാടകങ്ങളും അന്തർനാടകങ്ങളും നടത്തിയത്. ഇപ്പൊ ജനകീയ വിഷയങ്ങൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ വർഗീയ നിലപാട്, ഇപ്പൊ ഇന്ന് മണിപ്പൂർ വീണ്ടും കത്തുകയാണ്. ഈ പാലക്കാട് മണിപ്പൂരാകണോ? ഞങ്ങൾ ചോദിച്ചതാണ്. ഈ വർഗീയ ചേരിതിരിവ് ഇവിടെ നടത്താൻ പാടുമോ? ഞങ്ങൾ ചോദിച്ചതാണ്. ഇവിടെ ഈ വിഭാഗീയത ഉണ്ടായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വെറുപ്പിന്റെ രാഷ്ട്രീയം വിത്തുപാകാൻ പല വർഷങ്ങളായി ബിജെപി ശ്രമിച്ചിട്ട് ആ ശ്രമങ്ങളെയൊക്കെ ഞങ്ങൾ ശക്തമായി ചെറുത്ത് തോൽപ്പിച്ചിട്ടുണ്ട്. ആ വിഷയം ചർച്ച ചെയ്യാൻ പറഞ്ഞപ്പോൾ ബിജെപി അതിന് തയ്യാറല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ, പെട്രോളിന്റെ ഗ്യാസിന്റെ വില വർധനവ്, ജനങ്ങൾക്ക് തൊഴിലില്ലായ്മ, വയനാട് പിന്നെ ഈ ദുരന്തം ഉണ്ടായപ്പോ അവിടേക്ക് ഇത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്നീ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ച ഒരുപാട് ജനകീയ വിഷയങ്ങളുണ്ട്. ചർച്ച ചെയ്യാൻ ബിജെപി തയ്യാറല്ല. അവർക്കും വേണം വിവാദം. ആരെ കൂട്ടുപിടിച്ച വിവാദം? സിപിഎമ്മിനെ കൂട്ടുപിടിച്ച. ഇവിടത്തെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പെൻഷനില്ലായ്മ, ഇലക്ട്രിസിറ്റി ചാർജ് വർധനവ്, നികുതി വർധനവ്, കുടിവെള്ളത്തിന്റെ ചാർജ് എത്രയോ പ്രാവശ്യം വർദ്ധിച്ചത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യം അതാണ്. അവര് രാഷ്ട്രീയ വിവാദങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ സാധാരണ രീതിയിൽ പാവപ്പെട്ട സാധാരണക്കാരായ കർഷകർ ഉൾപ്പെടെയുള്ള സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ 2 ഗവൺമെന്റുകൾ ഉത്തരവാദികളാണ്. അത് ചർച്ച ചെയ്യാൻ പറഞ്ഞപ്പോ അവരതെല്ലാം ഈ തരത്തിൽ മാറ്റി പ്രത്യേക പുകമറ സൃഷ്ടിച്ച് നടത്തിയ വിഫല ശ്രമമാണ് ഇവരുടെ 2 പേരുടെയും പരാജയം. പക്ഷെ ഇതിൽ 2 പേരും ഒറ്റക്കെട്ടായിരുന്നു. അത് ജനത്തിന് ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ വർഗീയതയെ താലോലിക്കുന്നത് തൃശൂരിൽ ചെയ്തതുപോലെ സിപിഎം ആണെന്ന് ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. ഇവിടെ മത്സരം ബിജെപിയും കോൺഗ്രസും തമ്മിലാണ്, ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ 5 ഇലക്ഷന്റെ റിസൾട്ട് വെച്ചാൽ ഞങ്ങൾ പറയുന്നത് സിപിഎം 3-ാം സ്ഥാനത്താണ്. ആ 3-ാം സ്ഥാനത്തിന് വേണ്ടി പെടാപ്പാട് പെടുകയാണ് സിപിഎം. അപ്പൊ ഇവര് തമ്മിലുള്ള അന്തർധാര മറനീക്കി പുറത്തു വന്ന ഒരു ഇലക്ഷനാണ് പാലക്കാട് ബൈ ഇലക്ഷൻ. കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അവിശുദ്ധ കൂട്ടുകെട്ടാണ്
CPM BJP നടത്തിയത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അടുത്ത പൊതു തെരഞ്ഞെടുപ്പിലും ബൂമറാങ്ങായി ഇവർക്കെതിരായിട്ട് പതിക്കും. അവർക്ക് അതിന് മറുപടി പറയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും. ഇതിലെ ഇപ്പോൾ CPM തുടക്കം മുതൽ കോൺഗ്രസിനെ ലക്ഷ്യമിട്ടാണ് പ്രചരണങ്ങൾ നടത്തിയത്. അതിൽ തന്നെ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, കെ മുരളീധരന്റെ പ്രസ്താവന, അങ്ങനെ നിരവധി കാര്യങ്ങൾ താങ്കൾ ഉൾപ്പെടെ മാറി നിൽക്കുന്നതാണ് ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഏറ്റവും അവസാനം എത്തി നിൽക്കുമ്പോൾ ഏതെങ്കിലും വാർത്തയിലുള്ള ഒരു കെട്ടുറപ്പ് കുറവ് UDF-നോ കോൺഗ്രസിനോ ഉണ്ടാവും? ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെയൊക്കെ വാദങ്ങളും പരാമർശങ്ങളും വിമർശനവും ഒക്കെ പൊള്ളത്തരമാണ്, തെളിഞ്ഞില്ലേ? ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനും ഇല്ലാതെ UDF ഇതുപോലെ ഒറ്റക്കെട്ടായി ഇത്രയും അധികം മുന്നൊരുക്കം നടത്തി പ്രവർത്തിച്ചൊരു കാലഘട്ടമില്ല. എന്റെ തെരഞ്ഞെടുപ്പിൽ പോലും, അല്ലെ സതീശ, 2 തെരഞ്ഞെടുപ്പ് പാർലമെന്റ് നേരിട്ടു. ഇതിന്റെ ഒരു 10-1 ഞങ്ങൾ എല്ലാവരും കൂടി കഠിനാധ്വാനം ചെയ്തിട്ടില്ല. ഇത് നിലനിൽപ്പിന്റെ പ്രശ്നം കേരളത്തിന്റെ, കോൺഗ്രസിന്റെ അല്ല, UDF-ന്റെ. തൃശ്ശൂര് പോലെ ഇവിടെ ഒരു വർഗീയത പത്തി വിടർത്തിയാൽ അടുത്ത തലമുറ ഇവിടെ ജീവിക്കില്ല. അതിന്റെ ഗൗരവം എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്താൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ നിമിഷം ഇല്ലാതാവും. ഇപ്പൊ എന്താ CPM-ലെ സ്ഥിതി? ആരെയും സ്ഥാനാർത്ഥിയായി കിട്ടാതെ വഴിയെ പോകുന്നതിനെ പിടിച്ച് രാത്രി കുപ്പായടിപ്പിച്ചിട്ട് എന്തെല്ലാം അബദ്ധങ്ങളാണ് ആ സ്ഥാനാർത്ഥി പറഞ്ഞത്. ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് സ്വന്തം പാർട്ടിയിൽ വയ്യാവേലിയാവെന്ന് പറഞ്ഞത് ഒരിക്കലും കേരളത്തില് കോൺഗ്രസിലോ UDF-ലോ ഒരു നേതാവ് പോലും പറഞ്ഞിട്ടില്ല. സ്വന്തം സ്ഥാനാർത്ഥി ഭാവിയിൽ വയ്യാവേലിയാവെന്ന് പറഞ്ഞു. അത് വിഴുങ്ങേണ്ടി വന്നു, തൊണ്ട തൊടാതെ. എങ്ങനെയാ വിഴുങ്ങിയത്? ഭീഷണിപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നത്. ആരെ? EP ജയരാജനെ. EP ജയരാജൻ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് പറഞ്ഞു BJP-യുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരാണ്, കൊള്ളാവുന്നവരാണെന്ന്. അപ്പൊ ഇവരുടെ അന്തർധാര എല്ലാം പുറത്തു വന്നു. BJP-യുടെ സ്ഥിതി എന്താ? ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആള് കാക്ക ജോഗീന്ദർ സിംഗ് ആണ്. പക്ഷെ പാലക്കാട് ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആള് ആരാണ്? BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. പാലക്കാട്ടെ കാക്ക ജോഗീന്ദർ സിംഗിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് BJP പാളയത്തില. സന്ദീപ് വാര്യർ പറഞ്ഞത് കേട്ടില്ലേ? സ്വന്തം അമ്മ മരിച്ച് കിടക്കുമ്പോ തിരിഞ്ഞു നോക്കാത്ത സഹഭാരവാഹി ഒരു ഫോണിൽ പോലും വിളിച്ചിട്ട് ആശ്വാസവാക്ക് പ്രകടിപ്പിച്ചില്ല എന്ന് അദ്ദേഹം വിലപിക്കുന്നത് കേട്ടില്ലേ? എങ്ങനെയാണ് വെറുപ്പിന്റെ രാഷ്ട്രീയം? പുറത്തല്ല, BJP-യുടെ അകത്താണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുക. അപ്പൊ ഞങ്ങളെ കുറിച്ച് പറഞ്ഞ ആരോപണം ഒരു വിരൽ ചൂണ്ടിയപ്പോൾ 4 വിരൽ അവർക്കെതിരായി തിരിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്. അതാണ് ബൂമറാങ് പോലെ തിരിച്ചടിച്ചു എന്ന് പറയുന്നത്. LDF-ന് ആരെയാ? സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എപ്പോ BJP പാളയത്തു നിന്നും വിട്ടുനിന്നപ്പോ അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ ആണ്, നല്ല പൊതുപ്രവർത്തകനാണ്. അപ്പോ സന്ദീപ് വാര്യരെ കിട്ടാത്തതിന്റെ വിഷമം ഏറ്റവും കൂടുതൽ അലട്ടുന്നത് എവിടെയാ? LDF ക്യാമ്പിലാണ്. നഷ്ടപ്പെട്ടപ്പോ ഉള്ള വികാരമൊന്നും പ്രകടിപ്പിക്കാൻ കഴിയാതെ നിൽക്കുന്ന ആരറിയോ? നമ്രമുഖനായി നിൽക്കുന്ന സുരേന്ദ്രനാണ്. കാരണം കാട്ടുകൊള്ളക്കാരനും കൊള്ളക്കാരുടെ തലവനുമാണ് സുരേന്ദ്രൻ എന്നാണ് സന്ദീപ് പറയുന്നത്. കൂടെ കടന്നവർക്കല്ലേ രാപ്പനിയാനുള്ളൂ. അപ്പൊ BJP-ക്കാര് നഷ്ടപ്പെട്ടതിന്റെയും CPM-മാർ കിട്ടാത്തതിന്റെയും ദുഃഖം പങ്കുവെക്കുന്ന രാത്രിയാണ് കടന്നു പോകുന്നത്. ഈ മുനമ്പ് വഖഫ് ഉൾപ്പെടെ വിഷയങ്ങൾ BJP താഴത്തിൽ പ്രചരണം ആയുധമാക്കിയിരുന്നു. താഴത്തുള്ള ജനങ്ങളുടെ ഒരു ഫീലിംഗ് ആണ് ഏതെങ്കിലും തരത്തിൽ ഇത്തരം വിഷയങ്ങൾ അല്ല. ഒരു കാര്യം, മുനമ്പം വിഷയത്തിൽ UDF നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ആരെയും കുടിയൊഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇടപാട് നടത്താൻ കഴിയില്ല. UDF ഒറ്റ നിലപാടേ ഉള്ളൂ. ഇത് സമവായം ഉണ്ടാക്കി, ഒത്തുതീർപ്പുണ്ടാക്കി, നല്ല നിലയിൽ നമ്മുടെ സമുദായ ഐക്യം, ഇവിടെ സൗഹാർദ്ദം, അതിനുവേണ്ടി എന്നും എക്കാലത്ത് നിലനിന്ന പാരമ്പര്യ ചരിത്രമാണ് ആർക്കുള്ളത്? UDF-നുള്ളത്. അത് വർഗീയ പ്രീണനം, ന്യൂനപക്ഷ ജനങ്ങളുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ, ഭിന്നിപ്പുണ്ടാക്കാൻ വളരെ ഗുരുതരമായ തരത്തിൽ കൃത്യവിലോപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വിഭാഗീയത ഉണ്ടാക്കില്ല. BJP-യുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? വെറുപ്പിന്റെ രാഷ്ട്രീയം എത്തുവാക്കുക, അതിൽ നിന്നും മുതലെടുക്കാൻ നടത്തുക. കേന്ദ്രമന്ത്രിമാരൊക്കെ എന്താ കാറും വണ്ടിയും പരിവാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് പാലക്കാട്. എന്തിന്? ഈ വർഗീയതയുടെ വിത്തുപാകാൻ വേണ്ടി. പക്ഷെ പാലക്കാട്ടെ ജനങ്ങൾ ഇതിലും വലിയ ഭൂകമ്പം ഉണ്ടായിട്ടും ഈ BJP-യുടെയൊക്കെ വലിയ തള്ളിക്കയറ്റം ഉണ്ടാക്കിയിട്ടും ഇവിടെ ക്ലച്ച് പിടിച്ചിട്ടില്ല ആ പാർട്ടി. ജനങ്ങൾ തിരിച്ചറിയും, ഈ സമുദായ ഐക്യം, സൗഹാർദ്ദം, സ്നേഹവും പാലക്കാട് നിലനിൽക്കണമെങ്കിൽ, സമാധാനപരമായി ജീവിക്കണമെങ്കിൽ, അടുത്ത തലമുറയ്ക്ക് ഈ ഭൂമിയിൽ സുരക്ഷിതമായി കഴിയണമെങ്കിൽ UDF വരണം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ കേരളത്തിൽ ഗവൺമെന്റ് വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോ ഇവിടെ അത് മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനവിരുദ്ധ നയങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ, അത് ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിൽ ഞങ്ങൾ നേടിയ വിജയം.
മുഖ്യമന്ത്രി വന്നപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പാണക്കാട് പോയി 2 വാക്ക് പറഞ്ഞാൽ മാത്രം സന്ദീപ് വാര്യർ മുൻ പ്രവൃത്തികൾ ഇല്ലാതാവില്ല എന്നുള്ളതാണ്. അത് ന്യൂനപക്ഷങ്ങളിൽ അത് അതൃപ്തിയുണ്ട്, അമർഷമുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രി ഇത്രയും തരംതാണ രീതിയിൽ പ്രതികരിക്കുന്നത്, മുഖ്യമന്ത്രിയല്ലേ ഈ സമൂഹത്തെ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നയിക്കേണ്ട ആള് അല്ലേ? അല്ലെങ്കിൽ തങ്ങളെയോ തങ്ങൾ കുടുംബത്തെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ വിമർശിക്കുന്നതാണോ മുഖ്യമന്ത്രിയുടെ യോഗ്യത? നിലവാരമില്ലാത്ത പ്രസംഗമായി പോയി ഈ പാലക്കാട്ടെ പൊതുസമൂഹത്തിൽ മതേതരത്വത്തിന് മതേതരത്വ വിശ്വാസികൾ ചവറ്റുകോട്ടയിലേക്ക് എറിഞ്ഞ CPM ആണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളാണ് വർഗീയതയ്ക്കെതിരെ പോരാടുന്നതെന്ന് പറഞ്ഞ് ആ വീമ്പിളക്കലൊന്നും അദ്ദേഹം നടത്തിയില്ലല്ലോ. ഇവിടെ എന്തുകൊണ്ടാണ് നടത്താറുന്നത്? കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും വലിയ പ്രഗത്ഭമതികളായ പോളിറ്റ് ബ്യൂറോ അംഗത്തിനെ വരെ നിർത്തിയിട്ട് 18,000 വോട്ടിനാണ് പാലക്കാട് അസംബ്ലിയിലെ വ്യത്യാസം. അപ്പൊ മുഖ്യമന്ത്രിക്ക് അതൊക്കെ അറിയാം. എന്നാലും ഒന്ന് വിളവെടുത്ത് നോക്കാമെന്ന് കരുതി BJPയുടെ ഒരു മറുപുറമായിട്ട് വർഗീയതയുടെ ഒരു പര്യായമായി മുഖ്യമന്ത്രി പിണറായി വിജയന് മാറി. അത്ര നിലവാരമില്ലാത്ത പ്രസംഗമാണ്. അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് നേട്ടങ്ങളെ കുറിച്ച് പറയണ്ടേ? പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാത്തത് പറയണ്ടേ? എന്തുകൊണ്ടാണ് വെള്ളത്തിന്റെ ചാർജ് ഇത്ര കൂട്ടിയെന്ന് പറയണ്ടേ? 6 മാസം കൂടുമ്പോൾ KSBയുടെ ചാർജ് കൂട്ടുന്നില്ലേ? ആർക്കാണ് ഇവിടെ വരുമാനമുള്ളത്? വിലക്കയറ്റം കൊണ്ട് പൊറുതുമുട്ടിയ സാധാരണക്കാരൻ ജനങ്ങളിലെ ആശ്വാസമായിട്ട് ഞാനുമുണ്ട് ഒപ്പം എന്ന് പറയാൻ മുഖ്യമന്ത്രി കഴിഞ്ഞോ? അദ്ദേഹവും വർഗീയതയെ കൂട്ടുപിടിച്ച് BJPയെ കൂട്ടുപിടിച്ച് തൃശ്ശൂര് ഇവിടെ ആവർത്തിക്കുമെന്ന ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അത് ദിവാസ്വപ്നമായി തന്നെ അവശേഷിക്കും. എത്ര ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കുട്ടത്തിൽ ജയിക്കുന്ന കാര്യം ഈ ഘട്ടത്തിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു എന്റെ ഭൂരിപക്ഷം ഞാൻ പ്രവചിച്ച ആളാണ്. ഇത്തവണ കഴിഞ്ഞ തവണ അസംബ്ലി ഇലക്ഷനിൽ കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ 4 ഇരട്ടി ഭൂരിപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടാകും. തീർച്ചയായും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മാത്രമല്ല വികസന ചർച്ചകൾ മാത്രമല്ല വിവാദങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് UDF ക്യാമ്പ് വിശ്വസിക്കുന്നത്. സഞ്ജു പറ്റമലൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 പാലക്കാട്.